വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് പട്ടിമറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ല പ്രൊജക്ടിനുള്ളിലെ 3 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്നതാണ് ഈ ഒരു വീട്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 200 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും കാക്കനാടേക്ക് 20 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 23 കിലോമീറ്ററും പെരുമ്പാവൂരേക്ക് 14 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 19 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിൽ സ്ക്വയർ ട്യൂബ് ഡിസൈനും സ്പോട്ട് ലൈറ്റും ടെക്സ്ചർ വർക്കുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഈ വീടിന്റെ 2 സൈഡും റോഡാണ് വരുന്നത്. ഒരു കോർണർ പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ സിമ്പിളായി നിർമ്മിച്ച ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിനുള്ളത്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് ഭാഗത്ത് തന്നെയാണ് 2 കാർ പാർക്കിംഗ് സ്പേസും വരുന്നത്. കൂടാതെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലാന്റർ ബോക്സും നൽകിയിട്ടുണ്ട്. വീടിന്റെ 4 സൈഡും അത്യാവശ്യ സ്പേസ് ഇട്ടാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിനായി കിണറാണ് നൽകിയിരിക്കുന്നത്. ഈ വീട് പൂർണ്ണമായും ചെങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിൽ 4 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. കോർണറിലായിട്ടുള്ള പില്ലറി ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. സ്പേഷ്യസ് ആയ ഈ ഒരു ലിവിംഗിൽ വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളോട് കൂടിയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഭംഗിയുള്ള പാനലിംഗ് നൽകി സ്പോട്ട് ലൈറ്റുകളും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡൈനിങ് സ്പേസിലായിട്ടാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഭംഗിയായി തന്നെയാണ് TV യൂണിറ്റിന്റെ സ്പേസ് വരുന്നത്. TV യൂണിറ്റിന്റെ ഒരു സൈഡിലേക്ക് മാറിയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായി തന്നെ വോൾട്ടൈലൊക്കെ കൊടുത്ത് വലുപ്പമുള്ള മിററോട് കൂടിയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് മാറിയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു കിച്ചണിന് ഈസ്റ്റിലേക്കാണ് സ്റ്റവിനുള്ള പ്രൊവിഷൻ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു കോർണറിലേക്ക് മാറി വാൾഡ്രോബും സ്റ്റഡി ടേബിളും വരുന്നുണ്ട്. ഇത് കൂടാതെ എക്സ്ട്രാ ഒരു വാൾഡ്രോബ് കൂടി ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബെഡ്റൂമിന് 10.5 അടി നീളവും 8 അടി വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. 5 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലയ്ക്ക് ചോദിക്കുന്നത് 48 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.